ശ്രീ MS വേണുഗോപാൽ, മധ്യസ്ഥ ചർച്ചകളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനം ശ്രമം വേണമെന്നോ മധ്യസ്ഥ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഹമാസിനെ തീർക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അതൊരു ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ മൊസാദിന്റെ ചിന്തയിൽ പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി മധ്യസ്ഥ ചർച്ചകൾ പരിപൂർണമായി അവസാനിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഖത്തർ ആക്രമണം പശ്ചിമേഷ്യയിൽ ഏത് തരത്തിലുള്ള ആശങ്ക പടർത്തിവിടുന്നു ഈ നിമിഷത്തിൽ എന്നാണ്? ഇത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഗാസയിൽ പ്രത്യേകിച്ച് ഹമാസിൻ്റെ മുന്നിൽ ഉയർത്തുക എന്നുള്ളതാണ് നെതന്യാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. നെതന്യാഹുവിൻ്റെ ശ്രമം, നിങ്ങൾക്ക് ഇറാൻ നഷ്ടപ്പെട്ടു, ഈജിപ്ത് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ തുർക്കി നഷ്ടപ്പെട്ടു, അവസാനത്തെ നിങ്ങളുടെ അഭയമായിരുന്ന ഖത്തർ കൂടി നിങ്ങൾക്ക് സുരക്ഷിതമല്ലാതായിരിക്കുന്നു, ആ ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അത് വലിയ ഒരു കളിയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പ്രതിഷേധം അതിനകത്തുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലൊരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതുമാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ ഒരു ഭൂമിയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കുറച്ച് പേർ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശമായി അവിടെ നിൽക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിഗമനം, ഇപ്പോഴത്തെ ഉദ്ദേശം. ആ ഉദ്ദേശം സാധ്യമാകണമെങ്കിൽ ഖത്തർ അവർക്ക് നൽകുന്ന പിന്തുണ, അത് വെറും പിന്തുണയല്ല, മില്യൺസിൻ്റെ സാമ്പത്തിക പിന്തുണയുണ്ട്, മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ അവർ നൽകുന്ന സഹായമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ സാമ്പത്തിക സഹായം മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് കിട്ടുന്നത് കൂടി ആയുധത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ അവരുടെ ഉള്ളിലുണ്ട്. ആ കൺസെപ്റ്റാണ് അവരെ കൂടുതൽ, അതായത് യു എസിനെയും ഖത്തറിനെയും പിണക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഒരു ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ IDF ഇന്ന് സ്വല്പം നിരാശരാണ്. കാരണം അവരുദ്ദേശിച്ച ടോപ്പ് ലീഡേഴ്സിനെ ആരെയും അവർക്ക് തട്ടാൻ കഴിഞ്ഞില്ല, വധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ നിരാശരാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് സമാധാനമുണ്ട്. കാരണം ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം ഹമാസിന് ഒരു വലിയ അഭയകേന്ദ്രം ഇല്ലാതാക്കുകയാണ്. അവരുടെ കണക്കൂട്ടലിൽ 1000-ഓളം ഹമാസ് അംഗങ്ങൾ ഖത്തറിലുണ്ട് എന്നുള്ളതാണ്. ആ ഖത്തറിൽ ഒരു വില്ല തന്നെ, ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വലിയ വില്ല 1000-ഓളം ഹമാസ് അംഗങ്ങൾക്കും അവരുടെ കുടുംബത്തിനുമായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മൊസാദിൻ്റെ കണക്കൂട്ടൽ. ആ പ്രദേശങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നത് ഹമാസിന് ഗാസയ്ക്ക് പുറത്ത് ഒരു വലിയ എക്സ്റ്റേണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എയ്ഡ് കിട്ടുന്നതിന് തുല്യമാണ്. അതിനെ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ഖത്തർ നാളെയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ തുടരുകയും ആ സഹായങ്ങൾ മനുഷ്യാവകാശ സഹായം എന്നുള്ള പേരിൽ നേടിക്കൊണ്ട് തങ്ങൾക്കെതിരെ ആയുധങ്ങൾ ശേഖരിച്ച് ഉപയോഗിക്കാനായിട്ട് ഹമാസ് തയ്യാറാകും എന്നുള്ളതാണ് അവരുടെ ഒരു ഭയം. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു നീക്കം. അതോടൊപ്പം തന്നെ ബന്ദികളെ ഇതുവരെ പൂർണ്ണമായും മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം ഇസ്രായേലിൽ വളരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10,000-കണക്കിന് പേരാണ് നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് ജെറൂസലേമിൽ മാർച്ച് ചെയ്തത്. അവരെല്ലാവരും ആവശ്യപ്പെട്ടത് മരണത്തിൻ്റെ മണിമുഴക്കമുള്ള ഈ സർക്കാർ അവസാനിപ്പിക്കണമെന്ന് കൂടിയാണ് അവർ പറഞ്ഞത്. അത് ഇസ്രായേലിനകത്തുനിന്ന് നെതന്യാഹുവിന് വലിയ ഭീഷണി നേരുന്നുണ്ട്. ആ ഭീഷണിയെയും അദ്ദേഹത്തിന് തകർക്കണമെങ്കിൽ ഒരു പുതിയ മുഖമോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ട്രാറ്റജിക് മൂവോ ഞാൻ നടത്തുന്നു എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് കൂടിയാണ് ഞാൻ ഖത്തറിൽ ആക്രമണം നടത്തിയത് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ USA-യോടും യൂറോപ്യൻ രാഷ്ട്രങ്ങളോടും ഇത് അടുത്ത ഘട്ടത്തിലായിട്ട് അവരിത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരുന്നതിന് യാതൊരു സഹായവും ചെയ്യുന്നില്ല, അത് അടിയന്തരമായി ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്നത് യുദ്ധം ഇത്രയും നാൾ നീണ്ടു നിന്നു, അത് അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ പലപ്പോഴും മുൻകൈയെടുത്തു. പക്ഷേ എന്നിട്ടും യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്ന ഞങ്ങളുടെ ബന്ദികളെ വിട്ടുകിട്ടുന്നില്ല എന്നൊരു അതിലെനിക്കൊരു, അതായത് നെതന്യാഹുവിന്റെ ഈ നീക്കം തന്നെയാണോ അതിന് തടയിടുന്നതെന്നൊരു ചോദ്യം കൂടിയാണ്. നെതന്യാഹു ഉദ്ദേശിക്കുന്നത് ഈ ബന്ദികളെ ഇപ്പോൾ മോചിപ്പിക്കുന്നതിലല്ല, അദ്ദേഹത്തിന് ഈ യുദ്ധം നീണ്ടു നിന്നാൽ തീർച്ചയായിട്ടും എന്ന് അവസാനിക്കുന്നു അന്ന് അദ്ദേഹം തീർച്ചയായിട്ടും മനസ്സിലായി. ഞാൻ തിരികെ